ഇതാണ് ഗൗരികുണ്ട്. പാർവതീദേവി ശിവനെ ഭർത്താവായി ലഭിക്കുവാൻ വേണ്ടി വർഷങ്ങളോളം തപസ് ചെയ്ത സ്ഥലമാണിത്. വിഘ്നേശ്വരനായ ഗണപതിയുടെ ജനനവും ഇവിടെ വെച്ചാണ് ഉണ്ടായത്. പാർവതി പരമേശ്വരന്മാരുടെ വിവാഹം നടന്ന ത്രിയുഗി നാരായണ ക്ഷേത്ര ദർശനമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതു കഴിഞ്ഞുള്ള മടക്കമാണ് സോൻപ്രയാഗിലേക്ക്. ഇടിഞ്ഞു വീണ റോഡിന്റെ പണി നടക്കുകയാണ് കുറെ കഴിഞ്ഞപ്പോൾ. അല്പനേരം കാത്തു നിന്നതിനു ശേഷമാണ് യാത്ര തുടരാൻ സാധിച്ചത്. 13 കിലോമീറ്റർ പിന്നിട്ട് ഇപ്പോൾ സോൻപ്രയാഗിൽ എത്തിയിരിക്കുന്നു. ഇനി 5 കിലോമീറ്റർ വലതുവശത്തെ വഴിയിലൂടെ പോയാൽ ഗൗരികുണ്ടിലേക്ക് എത്താം. ഈ വഴിയെയാണ് നമ്മൾ ത്രിയുഗി നാരായണിലേക്ക് പോയത്. വാസുകി ഗംഗയുടെയും മന്ദാകിനി നദിയുടെയും സംഗമസ്ഥാനമാണ് സോൻപ്രയാഗ്. കേദാർനാഥ് മലനിരകളിലുള്ള വാസുകി താൾ എന്ന ഒരു തടാകത്തിൽ നിന്നാണ് വാസുകി ഗംഗയുടെ ഉദ്ഭവം. സോൻഗംഗ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ചോരബാരി ഗ്ലേഷ്യറിൽ നിന്നുമാണ് മന്ദാകിനി നദി ഉദ്ഭവിക്കുന്നത്. 2013 ഉത്തരാഖണ്ഡിൽ, പ്രത്യേകിച്ച് കേദാർനാഥിൽ ഉണ്ടായ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമെല്ലാം ഉണ്ടായത് ഈ മന്ദാകിനി നദിയിലാണ്. ഇടതുവശത്തു നിന്നും ഒഴുകി വരുന്നതാണ് വാസുകി ഗംഗ, വലതുവശത്ത് മുകളിൽ നിന്നും ഒഴുകി വരുന്നതാണ് മന്ദാകിനി നദി. 2024 മന്ദാകിനി നദി വലിയ പാറകളും മറ്റുമായി താണ്ഡവമാടി വന്നു. ഇപ്പോൾ നദികളിൽ വെള്ളം നീർച്ചാലായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ. നദീസംഗമത്തിൽ നിറയെ വന്നടിഞ്ഞ കൂറ്റൻ പാറകളും മണലുമാണ്. ആ വെള്ളപ്പൊക്കത്തിന്റെ ഫലമായി സംഗമത്തിൽ മുകളിലായി ഉണ്ടായിരുന്നവയെല്ലാം ഇടിഞ്ഞു പോയിരിക്കുന്നു. യന്ത്രങ്ങളുമായി നദിയിലിറങ്ങി വശങ്ങൾ കെട്ടി സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. വാസുകി ഗംഗയും മന്ദാകിനിയും ഇവിടെ കൂടിച്ചേർന്നതിനു ശേഷം മന്ദാകിനി എന്ന പേരിൽ തന്നെയാണ് മുന്നോട്ടൊഴുകുന്നത്. പിന്നീട് മന്ദാകിനി രുദ്രപ്രയാഗിൽ അളകനന്ദയുമായി ചേരുന്നു. വാസുകി നദി മുറിച്ചു കടന്ന് മന്ദാകിനിയുടെ വശങ്ങളിലൂടെയാണ് നമുക്ക് ഗൗരികുണ്ടിലേക്ക് പോകേണ്ടത്. കേദാർനാഥ് യാത്ര നിയന്ത്രിക്കാനുള്ള ബാരിക്കേഡുകളാണ് ഈ വശങ്ങളിൽ കാണപ്പെടുന്നത്. തിരക്ക് അധികമാകുന്ന സമയങ്ങളിൽ രാംപൂർ മുതൽ വരി നിന്നു വേണം കേദാർനാഥ് യാത്ര തുടങ്ങാൻ. ഈ പാലത്തിലൂടെയാണ് വാസുകി ഗംഗയെ നമ്മൾ മുറിച്ചു കടക്കുന്നത്. എളുപ്പത്തിൽ നിർമ്മിക്കാവുന്ന ഇത്തരം ഇരുമ്പു പാലങ്ങളാണ് ഇവിടെ ഹിമാലയത്തിലെ നദികൾക്ക് മുകളിൽ കൂടുതലായും കാണപ്പെടുന്നത്. ഇവിടെ നിന്നും ഇടതു തിരിഞ്ഞാണ് മലകയറ്റം വീണ്ടും ആരംഭിക്കുന്നത്. മുറിച്ചു കടന്നെങ്കിലും ഇപ്പോഴും വാസുകി ഗംഗാ തീരത്തുകൂടി തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വഴിയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്. മഴക്കാലത്ത് വാസുകി ഗംഗ കരകവിഞ്ഞൊഴുകിയാണ് ഇവിടമെല്ലാം നാശമാക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാണ് പോകുന്നത്. അതോടെ വാസുകി ഗംഗയുടെ തീരം പിന്നിടുന്നു. വളവ് കയറി മുകളിലെത്തിയാൽ പിന്നീട് മന്ദാകിനിയുടെ വശങ്ങളിലൂടെയാണ് യാത്ര തുടരേണ്ടത്. ഇപ്പോൾ വലതുവശത്ത് താഴെയായി മന്ദാകിനി നദിയാണ് ഒഴുകുന്നത്. റോഡിൽ ഇടയ്ക്കിടെ ടൈലുകൾ പാകിയ ഭാഗങ്ങളുമുണ്ട്.
മഞ്ഞുകാലം തുടങ്ങുന്നതിനാൽ ഓണികൾ താഴേക്ക് പോവുകയാണ്. ഇനി ചാർധാമുകൾ തുറക്കുമ്പോഴേ ഇവ തിരിച്ചു വരൂ. അതുവരെ റോഡ് പണികൾക്കായിരിക്കും നിയോഗം. മനുഷ്യർക്ക് വേണ്ടി പാടുപെടുന്ന ജന്മങ്ങൾ. കഴിഞ്ഞ മഴക്കാലത്ത് റോഡിലേക്ക് മലയിടിഞ്ഞു വീണ ഭാഗമാണിത്. അടുത്ത സീസൺ ആകുമ്പോഴേക്കും ഇവിടെയെല്ലാം പണി കഴിഞ്ഞ് റോഡ് ടാറിംഗ് ചെയ്തിരിക്കും. റോഡ് പണിക്കാരായ തൊഴിലാളികളാണ് ഈ നടന്നു പോകുന്നത്. ഈ വളവ് കഴിയുമ്പോൾ മല ഒന്നാകെ മുകളിൽ നിന്നും ഇടിഞ്ഞ് റോഡ് പോലും താഴെ പോയിരിക്കുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മണ്ണ് മാത്രമേ കാണാനുള്ളൂ, വഴി കാണാനേയില്ല. വഴി ഇവിടെ തീരുകയാണ്. ഇനി തിരിച്ചു പോകണോ എന്നായി സംശയം. അപ്പോഴേക്കും നേരത്തെ കണ്ട തൊഴിലാളികൾ നടന്നെത്തി. അവരോട് ചോദിച്ചു. അവിടെ താൽക്കാലികമായി മണ്ണ് നിരത്തി വഴി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നായിരുന്നു മറുപടി. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് വഴിയൊന്നും കാണാനില്ല, ഒപ്പം പേടിയുമുണ്ട്. എന്തായാലും മുന്നോട്ട് പോയി നോക്കാമെന്ന് കരുതിയാണ് പോന്നത്. ശരിയാണ്, ഒരു ജീപ്പിന് പോകാവുന്ന വിധത്തിൽ വീതിയുണ്ട്. ആകെ മണ്ണാണ്, ചക്രങ്ങൾ താഴ്ന്നു പോകുന്നത് പോലെയുള്ള മണ്ണ്. ഞാനൊരു സാഹസികനൊന്നുമല്ല, ഒരു ശിവഭക്തനാണ്. അതുകൊണ്ട് എല്ലാം ശിവനിൽ അർപ്പിച്ചാണ് യാത്ര. അത് ധൈര്യം നൽകുന്നു. കൂടെ എന്റെ സഹചാരിയായ ഈ ബൈക്കും. ലാൻഡ്സ്ലൈഡ് ഏരിയ കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ല വഴിയാണ്. കുറച്ചു നേരം കഴിഞ്ഞാണ് ഒരു വാഹനം എതിരെ വരുന്നത്. ഇവരൊക്കെ ഇവിടെ പണികൾ നടക്കുന്നതിന്റെ ഭാഗമായുള്ള കോൺട്രാക്ട് ജോലിക്കാരാണ്. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ് കാറ്റിന്. ഇടിഞ്ഞു വീണ വലിയൊരു പാറ റോഡിൽ നിന്നും നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. 2 മെഷീനുകളാണ് അതിനായി ശ്രമിക്കുന്നത്. പാറ 1 ഇഞ്ച് പോലും അനങ്ങാൻ കൂട്ടാക്കുന്നില്ല. ഇനി കുറെ നേരം ഇവിടെ കാത്തുനിന്നേ മതിയാകൂ. എത്ര ശ്രമിച്ചിട്ടും പാറ മാറാതെയായപ്പോൾ മെഷീൻ മാറ്റി വഴി ഒതുക്കി തന്നു. അങ്ങനെ യാത്ര തുടരുകയാണ്. സീസൺ കഴിഞ്ഞിട്ടും പൊളിച്ചുകൊണ്ടുപോകാത്ത ഒരു താൽക്കാലിക ഷെഡാണിത്. ചാർധാം യാത്രാ സമയത്ത് ഇങ്ങനെ വഴിയരികിൽ വിശ്രമത്തിനും ഭക്ഷണത്തിനുമായി പല ട്രസ്റ്റുകളും സൗജന്യമായി സൗകര്യങ്ങൾ ഒരുക്കാറുണ്ട്. 100 കണക്കിന് കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്ത് കേദാർനാഥിലേക്ക് പോകുന്നവരുമുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും കാൽനടയായി കേദാർനാഥിലേക്ക് പോകുന്ന ഒരു മലയാളി ഭക്തനെ ഞാൻ ദേവപ്രയാഗിൽ വെച്ച് കണ്ടിരുന്നു. ദേവപ്രയാഗിലെ അവധൂതന്മാർ എന്ന വീഡിയോയിൽ അദ്ദേഹത്തെ കാണിച്ചിട്ടുണ്ട്. ഈ യാത്രകളിലെല്ലാം അങ്ങനെ വ്യത്യസ്തരായ ചിലരെ കണ്ടുമുട്ടാറുണ്ട്. വീണ്ടും ലാൻഡ്സ്ലൈഡ് ഉണ്ടായ ഭാഗം. വശങ്ങളിൽ കല്ലുകളിട്ട് ബലപ്പെടുത്തുന്ന തൊഴിലാളികൾ. വണ്ടി ഒന്ന് നിർത്തി. മല മുകളിൽ നിന്നും ഒന്നാകെ ഇടിഞ്ഞു വന്നിരിക്കുകയാണ്. അതങ്ങ് നദി വരെ ചെന്നെത്തിയിരിക്കുന്നു.
താഴെ മന്ദാകിനി നദിയിൽ നിന്നും കൂറ്റൻ പാറകൾ പൊട്ടിച്ച് കുത്തനെയുള്ള മൺചരിവിലൂടെ ചെറിയ പാറക്കഷ്ണങ്ങൾ തലയിൽ വെച്ച് നടന്നു കയറി വരുന്ന തൊഴിലാളികൾ. ആ കല്ലുകളാണ് വശങ്ങളിൽ കൊണ്ടുവന്നിടുന്നത്. ഇവരിൽ സ്ത്രീകളും തൊഴിലാളികളായുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ അരുവി പോലെ ഒഴുകുന്ന ഈ മന്ദാകിനിയാണ് 2013-ലും 2024-ലും ഭീകരമായ മുഖവുമായി ആർത്തലച്ചൊഴുകിയതെന്ന് കാണുമ്പോൾ തോന്നുകയേയില്ല. മലകൾക്കിടയിലൂടെ ഇത്തരം അരുവികൾ മന്ദാകിനിയിലേക്ക് ഒഴുകി അവളെ പരിപോഷിപ്പിക്കുന്നു. കുറെ നേരമായി വണ്ടി ഓടിച്ചതിനാൽ ഒന്നിറങ്ങി നടക്കുകയാണ്. വീഡിയോയുമായി ഒപ്പം നടത്തവും. മരവിച്ചിരിക്കുന്ന കൈകാലുകൾ ഒന്ന് ചൂടാവുകയും ചെയ്യും. ഇതൊരു പാർക്കിംഗ് ഏരിയയാണ്. 2 നിലകളിലായി ഉള്ളതാണ് പാർക്കിംഗ്. ഇതിന്റെ താഴെയാണ് രണ്ടാമത്തെ ഭാഗം. താഴെ പാൽനുരയുമായി ഒഴുകുന്ന മന്ദാകിനി. അകലെ ഗൗരികുണ്ടിന്റെ ഭാഗങ്ങൾ കണ്ടു തുടങ്ങുന്നു. ഗൗരികുണ്ടിന്റെ ഒരു ചെറിയ പാർക്കിംഗ് ഭാഗത്തേക്കാണ് ഈ ചെന്നെത്തുന്നത്. കുറച്ചു വാഹനങ്ങളുണ്ട്. ഞാനും ബൈക്ക് പാർക്ക് ചെയ്യുകയാണ്. ഇനി ഇവിടെ നിന്നും നടന്നു വേണം പോകാൻ. ഇരിക്കുന്നവരോട് ഒന്നുകൂടി ചോദിച്ചു വഴി മനസ്സിലാക്കി. കടകൾ പലതും അടഞ്ഞു കിടക്കുകയാണ്. ഒരു റെസ്റ്റോറന്റ് മാത്രമേ തുറന്നു കാണാനുള്ളൂ. ഹെൽമറ്റ് കടയിൽ വെച്ചു. ബാഗ് ബൈക്കിൽ തന്നെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇവിടെയെല്ലാം എന്തെല്ലാമോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാതിലുകളെല്ലാം അടഞ്ഞു തന്നെ കിടക്കുന്നു. കുറച്ചു പടികൾ കയറിയാൽ ഒരു ഇടുങ്ങിയ വഴിയാണ് മുമ്പിൽ. കോൺക്രീറ്റ് ചെയ്ത വഴിയാണ്. 2 പോണികൾ വഴി തടഞ്ഞു നിൽക്കുന്നു. വഴി ഇതുതന്നെയാണെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തി. ഗൗരികുണ്ടിൽ കുറച്ച് വീടുകളും ധർമ്മശാലകളും ഹോട്ടലുകളുമുണ്ട്. സീസൺ അല്ലാത്തതിനാൽ കടകളൊക്കെ അടഞ്ഞാണ് കിടക്കുന്നത്. ഭാരം ചുമക്കുന്ന പോണികളും അതിന്റെ ഉടമകളും മാത്രമാണ് വഴിയിൽ.
വളരെ ഇടുങ്ങിയ വഴി. ഗൗരി മന്ദിറിലേക്കും തപ്തകുണ്ടിലേക്കുമുള്ള വഴിയാണ് താഴേക്കുള്ളത്. താഴെ കാണുന്നതാണ് ക്ഷേത്രം. ഇവിടെയും എന്തെല്ലാമോ പണികൾ നടക്കുന്നു. കമ്പിയും മണലുമെല്ലാം കിടപ്പുണ്ട്. കേദാർനാഥിലേക്കുള്ള മാർഗം അടയാളപ്പെടുത്തിയ ഒരു ശില. മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന ഭാഗത്താണ് കേദാർനാഥ് ക്ഷേത്രം വരുന്നത്. അതിനു നേരെ മുകളിലായി ഒരു ജലധാര. കേദാർനാഥ് ക്ഷേത്രത്തെ പറ്റിയുള്ള വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ക്ഷേത്ര പരിസരം. ഇപ്പോൾ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. ഇതാണ് ഗൗരി ക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്നും 3553 മീറ്റർ ഉയരത്തിലാണ് കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗൗരികുണ്ട്. ശിവനെ ഭർത്താവായി ലഭിക്കാൻ ഹിമവാന്റെ മകളായി പുനർജനിച്ച സതി ഈ സ്ഥലമായിരുന്നു തന്റെ തപസ്സിനായി തിരഞ്ഞെടുത്തത്. ശിവനെ പ്രസാദിപ്പിക്കാൻ വളരെ കഠിനമായ തപസ്സായിരുന്നു പാർവതി അനുഷ്ഠിച്ചത്. ആ കഠിന തപസ്സിനെ ഓർമ്മപ്പെടുത്തുന്ന ഒറ്റക്കാലിൽ നിന്ന് ശിവനെ തപസ് ചെയ്യുന്ന പാർവതീദേവിയുടെ ശില്പം. തൊട്ടടുത്ത് ഗണപതി. ഇവിടെ ചെറിയൊരു ഉറവയുണ്ട്. അടഞ്ഞുകിടക്കുന്ന ക്ഷേത്രത്തെ ഒന്ന് വലം വയ്ക്കുകയാണ്. സതീദേവിയുടെ വിയോഗത്തിന് ശേഷം ശിവൻ യോഗിയായി തപസ്സിൽ കഴിയുന്ന സമയം. താരകാസുരൻ ബ്രഹ്മാവിൽ നിന്നും വരം നേടിയത് ശിവപുത്രനാൽ മാത്രമേ വധിക്കപ്പെടാവൂ എന്നും വൈരാഗിയായ ശിവനെ ലഭിക്കാൻ തപസ് ചെയ്യുന്ന പാർവതിയായി പുനർജനിച്ച സതീദേവി. വളരെ കഠിനമായിരുന്നു പാർവതിയുടെ തപസ്. പക്ഷേ ശിവന്റെ തപസ് ഇളകുന്നില്ല. ഒടുവിൽ ദേവഗണങ്ങളെ സഹായിക്കാനായി കാമദേവൻ തന്റെ ശരം കൊണ്ട് ശിവന്റെ തപസ്സിന് ഭംഗം വരുത്തി. ഫലമോ ശിവകോപം. തന്റെ തൃക്കൺ കൊണ്ട് പരമശിവൻ കാമദേവനെ ഭസ്മമാക്കി. പക്ഷേ ശിവപാർവതി പരിണയം നടന്നു. കാമദേവന്റെ പത്നിയായ രതിദേവി ശിവന്റെ മുന്നിലെത്തി. കോപം മാറിയ ശിവൻ കാമദേവനെ പുനർജീവിപ്പിക്കുകയും ചെയ്തു. ശിവപാർവതിമാരുടെ മകനായി പിറന്നതാണ് കാർത്തികേയൻ. പിന്നീടു നടന്ന ഭീഷണമായ യുദ്ധത്തിൽ ദേവസേനാ നായകനായ ആ കാർത്തികേയൻ താരകാസുര വധം നടത്തി. ഇതാണ് ഗൗരികുണ്ട്. ചെറിയൊരു തടാകമായി കിടന്ന ഇതിനെ ഇന്ന് ഇങ്ങനെ കെട്ടി ചെറുതാക്കിയിരിക്കുന്നു. ഇവിടെയാണ് ശ്രാദ്ധകർമ്മങ്ങൾ നടത്തുന്നത്. 2013 ശേഷം ഈ ജലധാര ഇങ്ങനെ നേർത്തതായാണ് വരുന്നത്.
ഇവിടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നദിയോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ ഈ നദീതീരത്തു തന്നെയായിരുന്നു ഗണപതിയുടെ ജനനവും. ശിവൻ കൈലാസത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന സമയം പാർവതി ദേവിയുടെ വാസം ഇവിടെയായിരുന്നു. സരോവരത്തിൽ സ്നാനം ചെയ്യാൻ പോകുന്നതിന് മുൻപ് നെയ്യും മണ്ണും കൊണ്ട് ഒരു ബാലനെ സൃഷ്ടിച്ച് അവന് ജീവൻ കൊടുത്തു പാർവതി. ആരു വന്നാലും കടത്തിവിടരുത് എന്ന് നിർദ്ദേശിച്ച് അവനെ കാവലാക്കി കുളിക്കാൻ പോയി. അപ്പോഴാണ് പരമശിവന്റെ മടങ്ങിവരവ്. കൈലാസത്തിൽ തന്റെ തപസ്സു കഴിഞ്ഞെത്തിയ ശിവനെ തടഞ്ഞ ബാലനുമായി യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു ശിവന്. ഒരു കൂസലും കൂടാതെ ശിവന്റെ എല്ലാ ആക്രമണങ്ങളെയും വളരെ വിദഗ്ധമായി നേരിട്ടു ബാലൻ. ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് കോപാകുലനായ ശിവൻ ഒടുവിൽ ബാലന്റെ ശിരസ് തന്റെ ത്രിശൂലം കൊണ്ട് അറുത്തു. വിവരമറിഞ്ഞ് വൃദ്ധയായ പാർവതിയെ ആശ്വസിപ്പിക്കാനായി തന്റെ കിങ്കരന്മാരെ നാലുപാടും അയച്ചു പരമശിവൻ. ആദ്യം കാണുന്ന ജീവനുള്ള എന്തിന്റെയും തലയുമായി വരുവാൻ അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഐരാവതത്തിന്റെ മകനായ ആനക്കുട്ടിയുടെ തലയുമായാണ് അവർ എത്തിയത്. അത് ബാലന് വെച്ചുപിടിപ്പിച്ച് ശിവൻ ജീവൻ നൽകി. തന്റെ ഭൂതഗണങ്ങളുടെ അധിപതിയുമാക്കി. അങ്ങനെ ഗണപതിയും ഗണേശനുമൊക്കെയായി ആ ബാലൻ മാറി. കാർത്തികേയന്റെ അനുജനുമായി ഒപ്പം. ഗണനായകനായ ആ ബാലന്റെ മുന്നിൽ ദേവന്മാരെല്ലാം കുമ്പിട്ടു നിന്നു. പണ്ട് ഐരാവതത്തിന്റെ മകനെ നിന്ദിച്ച ദേവേന്ദ്രന് പോലും ആ തലയുടെ മുന്നിൽ കുമ്പിട്ടു നിൽക്കേണ്ടി വന്നു. ആ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് ഇവിടെയായിരുന്നു. തപ്തകുണ്ടെന്ന് പറയുന്നത് ചൂടുവെള്ളം വരുന്ന ഒരു തടാകമാണ്. ആ തടാകം അന്വേഷിച്ചാണ് ഈ നടക്കുന്നത്. ആ തടാകത്തിൽ കുളിച്ചതിനു ശേഷമാണ് കേദാർനാഥ് യാത്ര തുടങ്ങുന്നത് പോലും. ഉണ്ടായ ഉരുൾപൊട്ടലിൽ വന്ന കല്ലുകളാണ് ഇവിടെ മുഴുവൻ. നിറയെ പടുകൂറ്റൻ പാറകൾ. തപ്തകുണ്ടെന്ന തടാകമുണ്ടായിരുന്നത് ഇവിടെയാണ്. ആ സ്ഥലം മുഴുവൻ ഇപ്പോൾ കല്ലും മണ്ണും നിറഞ്ഞാണ് കിടക്കുന്നത്. 2013 ഉരുൾപൊട്ടലിൽ ആ തടാകത്തിലെ ജലത്തിന്റെ അളവ് കുറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ 2024 ആ തടാകം തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു. നദി കൊണ്ടുവന്നു നിക്ഷേപിച്ച പാറയും മണ്ണും ആ സ്ഥലം കൈയടക്കിയിരിക്കുന്നു. ഇങ്ങനെയായിരുന്നു ആ തടാകം അവസാനമായി ഉണ്ടായിരുന്നത്. സൾഫറിന്റെ അംശമുണ്ടായിരുന്ന ഇതിലെ ജലം പല ത്വക്ക് രോഗങ്ങൾക്കും ശമനമുണ്ടാക്കുമായിരുന്നു. ആ തടാകത്തിന് മുകളിലിരുന്ന് പാറകൾ പൊട്ടിക്കുകയാണ് തൊഴിലാളികൾ.
നദിയിൽ നിന്ന് വന്ന മണൽ കൂട്ടിയിടുകയാണ് ഈ സ്ത്രീ. ക്ഷേത്രത്തിനപ്പുറം നിറയെ കെട്ടിടങ്ങളാണ്, തിങ്ങി നിറഞ്ഞ കോൺക്രീറ്റ് വനം. പാർവതി ദേവി ശിവാരാധനയ്ക്ക് തിരഞ്ഞെടുത്ത മന്ദാകിനി നദീതീരത്തെ ആ പ്രകൃതി രമണീയമായ സ്ഥലം ഇന്നിങ്ങനെയാണ്. സ്ഥലത്തിന്റെ പൗരാണികതയ്ക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത നിർമ്മിതികൾ, പ്രകൃതിയുമായി മത്സരിക്കുന്ന മനുഷ്യർ, പ്രകൃതി തന്റെ നിയമങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതി അവൾ തന്നെയാണ് പാർവതിയും ഈ പ്രപഞ്ച ശക്തിയും. തിരിച്ച് പാർക്കിങ്ങിലെത്തി. ഇനി മടക്കയാത്ര. തിരിച്ചു പോകുമ്പോൾ ഗുപ്തകാശി ക്ഷേത്രം കൂടി സന്ദർശിക്കണം. തിരിച്ചു വരുമ്പോഴും ആ വലിയ പാറയെ താഴെ നദിയിലേക്ക് തള്ളിയിടാനാവാതെ പാടുപെടുന്ന ആൾക്കാർ. പാറയെ രണ്ടാക്കി തകർത്ത് തള്ളിയിടാനാണ് ഇപ്പോഴത്തെ ശ്രമം. പ്രകൃതിയുമായി മല്ലിട്ട് വികസനം കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന മനുഷ്യൻ. ഈ മത്സരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പാറ മാറി വഴി കിട്ടുവാനായി കാത്തു നിൽക്കുന്ന ഞാനും എന്നെപ്പോലെ മറുവശത്തുള്ളവരും. പാറ മാറിക്കഴിഞ്ഞുള്ള അടുത്ത യാത്രയ്ക്കായി താങ്കളും ദയവായി കാത്തിരിക്കുക. ഗുപ്തകാശി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ഡൽഹി ഡയറിയോടൊപ്പം ഇനി താങ്കൾക്കും സഞ്ചരിക്കാം. വളരെ എക്സ്പീരിയൻസ്ഡ് ആയ എൻ്റെ ട്രാവൽ സർവീസ് സുഹൃത്തുക്കളുമായി സഹകരിച്ചാണ് ഈ കസ്റ്റമൈസ്ഡ് യാത്രകൾ ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.